നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംസ്ഥാനത്തെ 1600 രൂപ പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷത്തോളം ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, സംസ്ഥാനത്ത് ഇപ്പോൾ കൃത്യമായി 1600 രൂപ വീതം പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് നമ്മളുടെ സംസ്ഥാനത്തെ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും. മസ്റ്ററിങ് ചെയ്തിട്ടുള്ള എല്ലാ ആളുകൾക്കും കൃത്യമായി എല്ലാ മാസവും ഈ ഒരു 1600 രൂപ ക്ഷേമ പെൻഷൻ നമ്മളുടെ അക്കൗണ്ടുകൾ വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് അക്കൗണ്ടിലും, അതോടൊപ്പം തന്നെ കൈകളിൽ നേരിട്ട് പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് നേരിട്ട് വീടുകളിലും എത്തിച്ച് നമ്മളുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ നൽകി വരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൃത്യമായി തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ 1600 രൂപ വെച്ച് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ സംസ്ഥാനത്തെ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും വലിയ അധികം സന്തോഷത്തിൽ തന്നെയാണ്. നമുക്കറിയാം, ഒരു 1600 രൂപ ഒരു മാസം മരുന്ന് വാങ്ങാനും മറ്റുമായിട്ടൊക്കെ നമുക്ക് നമ്മളുടെ കുടുംബത്തേക്ക് ലഭിക്കുമ്പോൾ കൃത്യമായ ആ ഒരു തുക എല്ലാ മാസവും ലഭിക്കുകയാണെങ്കിൽ വലിയ ആശ്വാസം തന്നെയാണ് ഇത്തരത്തിലൊരു ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപ നമ്മളുടെ കുടുംബങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നത്. അപ്പോൾ അത് കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ വിതരണം ചെയ്യുന്ന ഈ ഒരു സമയത്ത് അറിയിക്കുവാനുള്ളത്, ഈ ഒരു പെൻഷൻ ലഭിക്കണമെങ്കിൽ നമുക്കറിയാം കൃത്യമായി തന്നെ മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ട്. ഇതുവരെയും നമ്മൾ സാമൂഹിക സുരക്ഷാ പെൻഷനും ക്ഷേമ പെൻഷനും ക്ഷേമനിധി ബോർഡ് പെൻഷനും ഒക്കെ വാങ്ങിയത് 2024 മസ്റ്ററിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി അന്ന് 2024 മസ്റ്ററിങ് ചെയ്യുവാൻ കഴിയാതെ പോയ ആളുകൾക്ക് അത് കഴിഞ്ഞുള്ള മാസം എല്ലാ മാസവും 20-ാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിങ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2025 മസ്റ്ററിങ്ങിനായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുകയാണ്. ഈ മാസം, അതായത് ജൂൺ മാസം 25 മുതലാണ് ഇത്തരത്തിൽ ഈ മാസത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ മസ്റ്ററിങ് ആരംഭിക്കുന്നത്. അപ്പോൾ കൃത്യമായി എല്ലാ ആളുകളും ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും, അതായത് 2024 ഡിസംബർ മാസം വരെ ക്ഷേമ പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ള എല്ലാ ആളുകളും കൃത്യമായി തന്നെ ഈ ഒരു മസ്റ്ററിങ്ങിൽ പങ്കെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു മസ്റ്ററിങ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് 2025 സെപ്റ്റംബർ മാസത്തിന് മുതലുള്ള പെൻഷൻ ലഭിക്കുകയുള്ളൂ എന്ന് കൃത്യമായി ഓർത്തു വെക്കുക. അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് ആധാർ കാർഡോ അല്ലെങ്കിൽ പെൻഷൻ ഐഡിയോ കൊണ്ടുപോയി നമ്മൾ മസ്റ്ററിങ് ചെയ്യുവാനും കൃത്യമായി തന്നെ ശ്രദ്ധിക്കുക. ഇനിയും കൃത്യമായി മസ്റ്ററിങ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് പെൻഷൻ ലഭിക്കാതിരിക്കുന്ന ആളുകൾ അവരുടെ പേര് പെൻഷൻ ലിസ്റ്റിൽ നിന്നൊന്നും മാറ്റിയിട്ടുണ്ടാകില്ല. അവർ കൃത്യമായി ഈ ഒരു മസ്റ്ററിങ് സമയത്ത് മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള പെൻഷൻ അവർക്ക് ലഭിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മസ്റ്ററിങ് ചെയ്യാതിരുന്ന് പെൻഷൻ ലഭിക്കാതിരിക്കുന്ന ആളുകൾ കൃത്യമായി തന്നെ ഈ മാസം 25 കൂടി തന്നെ മസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസം മുതലുള്ള പെൻഷൻ അവർക്കും ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ മാസത്തെ പെൻഷൻ വിതരണത്തിൻ്റെ അറിയിപ്പും വന്നിട്ടുണ്ട്. ഈ മാസം 1600 രൂപയായിരിക്കും നമുക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ ലഭിക്കുക. കഴിഞ്ഞ മാസം നമുക്ക് ഒരു ഗഡു ക്ഷേമ പെൻഷൻ, അതായത് കുടിശ്ശിക കൂട്ടിച്ചേർത്തുകൊണ്ട് 3200 രൂപ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ മാസം 1600 മാത്രമായിരിക്കും ലഭിക്കുക. ഇനിയിപ്പോൾ 2 ക്ഷേമ പെൻഷൻ കുടിശ്ശിക കൂടി നമുക്ക് ലഭിക്കുവാനുണ്ട്. അത് ഈ ഒരു സാമ്പത്തിക വർഷം തന്നെ നൽകുമെന്നും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വന്നിട്ടുണ്ട്. 2 ഘട്ടങ്ങളായി ഈ ഒരു കുടിശ്ശിക കൂടി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ്, അതായത് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ ഒരു തുക വിതരണം ചെയ്ത് തീർക്കുകയും പിന്നീട് പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയുള്ള ആലോചനകൾ നടക്കുന്നുമുണ്ട് എന്ന അറിയിപ്പുകളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച എല്ലാ അറിയിപ്പുകൾക്കുമായി ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. താങ്ക് യു.